വീട്ടിലിങ്ങനെ വെച്ചും കഴിച്ചും അടുത്തപ്പോൾ നമുക്കൊരാഗ്രഹം പുറത്ത് പോയി ഒന്ന് കഴിച്ചാൽ. നമ്മൾ കിച്ചിക്കുട്ടനെ കൊണ്ട് അങ്ങനെ അധികം പുറത്ത് പോയി കഴിക്കാറില്ല, കാരണം അവന് ഹോട്ടലിലെ ആഹാരം നമ്മൾ കൊടുക്കാറില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം പോകാറില്ല. പക്ഷെ നമുക്ക് ഒരുപാട് നാളായി, വർഷങ്ങളായി പുറത്ത് പോയി കഴിച്ചിട്ട്. അതുകൊണ്ട് ഒന്ന് പുറത്ത് പോയി കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഞങ്ങൾ പുറത്ത് കഴിക്കാനായി പോയി. അപ്പോൾ വിനായകൻ ഒരാഗ്രഹം, അവന് മദേഴ്സ് പ്ലാസയിൽ നിന്ന് മാത്രമേ കഴിക്കൂ. അങ്ങനെ ഞങ്ങൾ നേരെ മദേഴ്സ് പ്ലാസയിലേക്ക് വെച്ച് പിടിച്ചു. ഒരു രാത്രി 9:30 അവിടെ ചെന്നപ്പോൾ ഉത്സവത്തിൻ്റെ ആളെന്ന് പറയുന്നത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും സാലഡ് അടിപൊളി ഡിന്നർ നമുക്ക് കഴിക്കാൻ സാധിച്ചു. ആദ്യം അമ്മയും വിനായകനും കൂടെ പോയി അവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് ഇറങ്ങി വന്ന് അവർ കിച്ചുകുട്ടനെ ഏറ്റു. അത് കഴിച്ച ശേഷം ഞങ്ങൾ രണ്ടും കൂടെ പോയി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ, ഉഴുന്നുവട, ചട്നി, സാമ്പാർ, തക്കാളി ചട്നി, പിന്നെ ഒരു അടിപൊളി കോഫി. അവിടുത്തെ കോഫിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു കോഫി കുടിച്ച് ഞങ്ങൾക്ക് തികഞ്ഞില്ല. ഞങ്ങൾ വീണ്ടും ഒരു കോഫിയും കൂടെ കുടിച്ചു. അങ്ങനെ ഒരു അടിപൊളി ഡിന്നറും കഴിച്ച് ഞങ്ങൾ എങ്ങനെ മദേഴ്സ് പ്ലാസയിൽ നിന്ന് ഇറങ്ങി.